ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേൺ കട്ടിംഗ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്, അത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗൗണിന് നമ്മൾ കോളറിനൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ 8 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആം ഹോളായിട്ട് 8.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ആം ഹോളിൻ്റെ ലൈനൊന്ന് നീട്ടി വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. 36 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പം നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വെച്ചിട്ട് ആ ആം ഹോളിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇനി ആ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 14 ഇഞ്ചാണ്. അപ്പോൾ നമ്മളൊരു 15 ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ വരുമ്പോൾ സീം അലവൻസൊക്കെ കൂടി പോകുമ്പം ഒരു 1 ഇഞ്ച് എക്സ്ട്രാ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. വേസ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് 8.5 ഇഞ്ചാണ് നമ്മളിപ്പം വേസ്റ്റ് റൗണ്ടിലായിട്ട് വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സീം അലവൻസിനായിട്ട് 1.5 ഇഞ്ച് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെൻസിലിൽ വരച്ചത് ഡാർക്കാക്കിയിട്ട് ഇനി വരയ്ക്കാം. ഞാനിപ്പം ഇതിലിനിപ്പോൾ ഇതല്ലാത്ത മാർക്കിങ്സൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ പെൻസിലിൽ വരച്ചതാണ്. ഇനി ഞാൻ ഡാർക്കാക്കി വരച്ച് കാണിക്കാം. നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഒരു കട്ടിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫ്രണ്ട് പൊസിഷനിൽ സെയിം ഈ ബാക്ക് പാർട്ട് വെച്ചിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓൾറെഡി ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതായിട്ട് വീണ്ടും വരച്ച് വെച്ചിട്ടുള്ളത്. ബാക്ക് പാർട്ടിൻ്റെ സെയിം അളവിന് അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പൊസിഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പാർട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പൊസിഷനിലെ കട്ടിങ് നോക്കുകയാണ്. കോളർ നെക്കാണ്, അതുകൊണ്ട് നമ്മൾ നെക്ക് വിഡ്ത്തായിട്ട് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴോട്ട് ഫ്രണ്ട് നെക്ക് ലെങ്ത് ആയിട്ട് നമ്മൾ 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളൊരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ സ്ലോപ്പും കൂടി ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബാക്ക് പാർട്ടിനെ കറക്റ്റ് കോപ്പി ആയിട്ടാണ് ഫ്രണ്ട് പാർട്ടിൽ വരച്ച് വെച്ചിട്ടുള്ളത്. നെക്കിൻ്റെ ഭാഗം മാത്രമാണ് വ്യത്യാസമായിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ബെസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡറിൽ നിന്ന് താഴോട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ബെസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിക്കണം. ബെസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇതിൽ ആളുടെ ബെസ്റ്റ് പോയിൻ്റ് വരുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ ഹാഫായിട്ട് വരുമ്പം 4 ഇഞ്ചിൽ നമ്മൾ 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 8 ഇഞ്ചിൻ്റെ ഹാഫ് വരുമ്പോൾ 4. ഷോൾഡറിൽ നിന്ന് നമ്മൾ താഴോട്ട് മെഷർ ചെയ്ത് നോക്കുമ്പോൾ 10 ഇഞ്ച് വരുന്ന ഭാഗത്താണ് ഈ 4 ഇഞ്ച് വിഡ്ത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. താഴോട്ട് 10 ഇഞ്ച് ലെങ്ത്തും 4 ഇഞ്ച് ബസ് പോയിൻ്റ് അങ്ങോട്ടുള്ള വിഡ്ത്തുമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആം ഹോളൊന്ന് ജസ്റ്റ് കുഴിച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആം റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൻ്റെ ഹാഫ് കണ്ടുപിടിക്കണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ബസ് പോയിൻ്റ് കണ്ടുപിടിച്ച അവിടെ നിന്ന് നമ്മുടെ ആം ഹോളിലേക്ക് ഒരു ഡാർട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്ക് ബസ് പോയിൻ്റിൽ നിന്ന് ആം ഹോളിൻ്റെ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് പേപ്പറിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. 9.5 ഇഞ്ചാണ് നമ്മളുടെ ചെസ്റ്റ് റൗണ്ട്. നമ്മൾ ബെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 9.2 ആണ്. നമ്മൾ ഈ ഫാബ്രിക്ക് ഇപ്പോൾ 4 ഭാഗത്തെ അളവാണ് പറയുന്നത്. അപ്പോൾ 9.2ന് നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 36.8 ആണ്. നമ്മുടെ ആക്ച്വൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 36 ഇഞ്ചാണ്. അപ്പോൾ ആ 36 ഇഞ്ചിലൂടെ നമ്മൾ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ഭാഗത്തും വരുമ്പോൾ നമുക്ക് 2 ഇഞ്ചാണ് അവിടുത്തെ ലൂസ് വരിക. അപ്പോൾ 36 + 2 വരുമ്പോൾ 38 ആണ് നമ്മളുടെ ഈ ചെസ്റ്റ് റൗണ്ടായിട്ട് വരുന്നത്. അപ്പോൾ താഴെ ബെസ്റ്റ് റൗണ്ടായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് 36.8 ആണ്.
അതായത് ബസ് റൗണ്ട് ചെസ്റ്റ് റൗണ്ടിനേക്കാളും കുറവായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടുതലുള്ളപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാറ്റം കൊടുക്കണം. ഇവിടെ നമുക്ക് നോർമലാണ്, അതുകൊണ്ട് ഈ ഒരു സെയിം അളവിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 38 നിന്ന് ഈ 36.8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1.2 ആണ്. അതിന് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.6 ആണ്, അതായത് 3/4 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഉള്ള ചെസ്റ്റ് റൗണ്ടിലൂടെ നമ്മൾ 3/4 ഇഞ്ച്, അതായത് 0.6 താഴെ വരേക്കും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഡാർട്ട് വരച്ച് കൊടുക്കുന്നതിനായിട്ട് നമുക്കൊരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ അവിടെ വേണം. അപ്പോൾ ആ ഒരു 1/2 ഇഞ്ചും കൂടി നമുക്ക് അവിടെ സൈഡിൽ നമുക്കൊന്ന് 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. താഴോട്ട് നമ്മൾ 1.5 ഇഞ്ചാണ് താഴോട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്കൊരു സീം അലവൻസിനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ കട്ട് ചെയ്ത് പോയാൽ സൈഡ് കുറവായിട്ട് വരും. അതുകൊണ്ട് നമ്മളൊരു 1.5 ഇഞ്ച് അവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു 1.5 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാറ്റേൺ പേപ്പറിൽ നോക്കാം. അതിൽ നമ്മൾ 1/2 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഡാർട്ട് അടിച്ച് പോകുമ്പോൾ നമുക്ക് കുറയുന്ന 1/2 ഇഞ്ച് താഴെ നമ്മൾ 1.5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 1.5 ഇഞ്ചിലേക്ക് ഒരു ലൈൻ കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 11 ഇഞ്ചാണ്. സിം അലവൻസും എല്ലാം കൂടി ചേർത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് 11 ഇഞ്ച്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ബാക്ക് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ചിൽ നിന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ ഫ്രണ്ട് പാർട്ടിൻ്റെ 11 ഇഞ്ചിൽ നിന്ന് ബാക്ക് പാർട്ടിൻ്റെ 9.5 ഇഞ്ചൊന്ന് മൈനസ് ചെയ്യുക. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇടുന്നത് 1.5 ഇഞ്ചാണ്. അപ്പോൾ ആ 1.5 ഇഞ്ചാണ് നമ്മളുടെ ഈ താഴത്തെ ഡാർട്ടിൻ്റെ താഴെ നമ്മൾ കട്ട് ചെയ്ത് പോകുന്നതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി അതൊന്ന് കട്ട് ചെയ്യുന്നത് നോക്കാം. ബസ് പോയിന്റിൽ നിന്ന് നമ്മൾ താഴോട്ട് നേരെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. 4 ഇഞ്ചിൽ തന്നെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. 2 സൈഡിലേക്കും 3/4 ഇഞ്ച് വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബസ് പോയിന്റിൽ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്ക് ചെയ്ത പോയിന്റിലേക്കായിട്ട് ആ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. 2 സൈഡിലേക്കും വരച്ചതിന് ശേഷം നമുക്ക് മുകളിലെ ആം ഹോളിലേക്കുള്ള ഡാർട്ടിൻ്റെ മാർക്ക് ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 1/2 ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അതുകൂടി ഒന്ന് സെൻട്രൽ പോയിന്റിലേക്ക് കൊണ്ടുവരാതെ ജസ്റ്റ് ഒരു ഷേപ്പ് കൊടുത്തിട്ട് നമ്മളുടെ ആ ഒരു ലൈനിലേക്ക് ആം ഹോളിൻ്റെ ഡാർട്ടിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ കട്ടിങ് വരുന്നത്. ഞാൻ ഒരു വട്ടം കൂടി ഇനി ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പേപ്പറിൽ കാണിക്കുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ വേറൊരു വീഡിയോ പ്രിൻസസ് കട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ കാണിക്കാം. അപ്പം കറക്റ്റായിട്ട് ഇതിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇതിപ്പോൾ നമ്മുടെ മറ്റേ ഗൗണിൻ്റെ വീഡിയോയിൽ എല്ലാവരും ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഈ പാറ്റേൺ ഒന്ന് കാണിച്ചതാണ്. ആദ്യം നമ്മൾ ചെസ്റ്റ് റൗണ്ട് നോക്കുകയാണ്. 9.5 ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അതുപോലെ നമ്മൾ ഷോൾഡറിൽ നിന്ന് ബെസ്റ്റ് പോയിൻ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ 4 ഇഞ്ച് വിഡ്ത്തിൽ ബെസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. 10 ഇഞ്ച് ലെങ്ത്തിൽ 4 ഇഞ്ച് വിഡ്ത്തിൽ മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ആം ഹോളിൻ്റെ ആം റൗണ്ടൊന്നും മെഷർ ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആം ഹോൾ ഡാർട്ട് കൊടുക്കാനുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിന് ശേഷം നമ്മൾ ബസ് ലൈനും ചെസ്റ്റ് റൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് 1.2 ആണ് കിട്ടിയത്. ബസ് പോയിൻ്റ് 9.2 ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ 4നെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 36.8 ആണ് കിട്ടിയത്. ചെസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് 38 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ആ 38 ഇഞ്ചിൽ നിന്ന് ഈ 36.8 ഇഞ്ച് നമ്മൾ മൈനസ് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് 1.2 ആണ്. ആ 1.2നെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.6 ആണ് നമുക്ക് കിട്ടുന്നത്. ആ 0.6 നമ്മൾ ഈ ലൂസായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
മുകളിൽ നിന്ന് താഴെ വരെ നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഡാർട്ട് അടിച്ച് പോകാനായിട്ട് ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂടി കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ചെസ്റ്റ് ലൈനിലായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തു. താഴെ നമ്മളൊരു 1.5 ഇഞ്ച് കൂടി സീം അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചു പോകുമ്പോൾ കുറഞ്ഞ് വരാതിരിക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് ഒന്ന് എടുത്ത് വെച്ചു. അതിലത്തെ വേസ്റ്റ് റൗണ്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടിയത് 9.5 ആണ് ബാക്കിലത്തെ വേസ്റ്റ് റൗണ്ട് വരുന്നത്. എന്നിട്ട് നമ്മൾ ഫ്രണ്ടിലെ വേസ്റ്റ് റൗണ്ട് 11 ഇഞ്ചായിരുന്നു. അതിൽ നിന്ന് ആ ബാക്ക് ഭാഗത്തെ വേസ്റ്റ് റൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 1.5 ഇഞ്ചാണ്. ആ 1.5 ഇഞ്ചിനെ ഡിവൈഡ് ചെയ്ത് 1/4 ഇഞ്ചാക്കിയിട്ടാണ് താഴത്തെ ഡാർട്ട് നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും എന്നെനിക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫാബ്രിക്കിലേക്ക് വെക്കുമ്പോൾ നമ്മൾ 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ഇട്ടിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അത് ജോയിൻ ചെയ്യുമ്പോൾ കുറവായിട്ട് വരും. ഇതിന് കട്ട് ചെയ്ത് ഇങ്ങനെ തന്നെ നമ്മുടെ ഫാബ്രിക്കിലേക്ക് വെച്ചിട്ട് 1/2 ഇഞ്ച് സീം അലവൻസും കൂടിയും ചേർത്തിട്ട് അതേപോലെ ചെയ്തെടുക്കുക. അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഗൗണിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ ഉണ്ട്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. പിന്നെ ഇനി നമുക്കിതിൽ മെയിനായിട്ട് വന്നൊരു ഗൗണിൻ്റെ വീഡിയോയിൽ തന്നെ മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് നമ്മളുടെ സ്കേർട്ടിൻ്റെ പോർഷൻ ഫോൾഡ് ചെയ്തിട്ടത് എന്നുള്ളത്. അത് പിന്നെ ജസ്റ്റ് ഒരു ക്ലോത്തിൽ കാണിക്കുന്നുണ്ട്. നോർമലി നമ്മൾ ഫോൾഡ് ചെയ്യുന്ന പോലെ ഫാബ്രിക്കിൻ്റെ ലെങ്ത് വൈസ് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിനെ വീണ്ടും 4ആയിട്ട് ഫോൾഡ് ചെയ്യുക. വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ 4ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത് പോലെ 4ആയിട്ടാണ് ഉണ്ടാവുക. നമ്മൾ 12 മീറ്റർ ഫാബ്രിക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇത്രയും കുറച്ചാവില്ല ഉണ്ടാവുക. നമുക്ക് അത്രയും ലെങ്ത്തും വിഡ്ത്തും ഉണ്ട്, 60 ഇഞ്ച് വിഡ്ത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ 4ആയിട്ട് ആദ്യം ഫോൾഡ് ചെയ്തിട്ടു, ലെങ്ത്ത് വേസിൽ മടക്കിയിട്ട്. അത് ഇപ്പോൾ നമുക്ക് 4ആയിട്ടാണ് എടുക്കുന്നത്. അതിനെ നമ്മൾ വീണ്ടും ഫോൾഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയായിരിക്കും? 8 ആയിട്ട് നമ്മളിപ്പോൾ ഫോൾഡായിട്ട് വന്നിട്ടുണ്ട്. 8 ഫോൾഡായിട്ടാണ് ഇപ്പോൾ ഇത് എടുക്കുക. നമ്മളൊരു അരികവശം നോക്കുമ്പോൾ നമുക്ക് 8 പീസസ് ആയിട്ടാണ് 8 ലെയറായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഫാബ്രിക് ഉണ്ടാവുക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ സൈഡായിട്ടാണ് വരിക. 8 ഓപ്പൺ സൈഡ് ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ സൈഡ് ഫുൾ ഫോൾഡിങ് ആണ്. നേരെ ഇങ്ങനെ ക്രോസ് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ക്രോസ് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വേസ്റ്റ് റൗണ്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. താഴെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്ത് അംബ്രല സ്കേർട്ട് ചെയ്യുന്ന പോലെ നോർമൽ കട്ടിങ് ആണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ആ ഒരു വീഡിയോയിൽ ഞാൻ ഇങ്ങനെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പലർക്കും സംശയം വന്നിട്ടുണ്ടാകുന്നത് എനിക്ക്. ഇതുപോലെയാണ് നമ്മൾ ഡബിൾ ഫുൾ സർക്കിളിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ലൈനിങ് ആയിട്ട് നമ്മൾ വൺ ഫുൾ സർക്കിൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. പുറത്ത് ആ ലെയറിൽ മാത്രമാണ് നമ്മൾ ഡബിൾ ഫുൾ സർക്കിൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വെയിൽ, ആ തലയിലിടുന്ന വെയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോർമലി നമ്മൾ ഷോൾ ഇടുന്ന പോലത്തെ ഒരു പീസാണ് ആദ്യം വെച്ചിട്ടുള്ളത്. ഇമാജിനേഷൻ പേപ്പറിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും വീതി ഇല്ലല്ലോ. അപ്പോൾ ഇത് ഒരു പീസ്, അത് നമുക്ക് ഇത്രയും വെയിലിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത്തിൽ നമ്മുടെ 2 സൈഡും നിലത്ത് മുട്ടി നിൽക്കുന്ന രീതിയിൽ ഫുൾ ലെങ്ത്തിൽ 2 പീസ് ജോയിൻ ചെയ്തെടുത്തിട്ട് അതിൽ താഴ്ഭാഗത്ത് നമ്മളൊരു കർവ് ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ മുകൾ ഭാഗം ഫോൾഡ് ചെയ്തും സൈഡ് ഭാഗം നമ്മൾ സിഗ്സാഗും ചെയ്തെടുത്തേക്കാണ്. ചെറിയ ഒരു തിന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ വെയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും സിമ്പിളാണ്. പലർക്കും മനസ്സിലായില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ ഒരു ഗൗണിൻ്റെ കൂടെ വെയിലും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട്, കേപ്പിൻ്റെ വെയിലും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെക്കാളും കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടാണ് ഞാൻ നമ്മുടെ ഈ തലയിലിടുന്ന വെയിൽ, നെറ്റിൻ്റെ വെയിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. 10 മീറ്റർ മെറ്റീരിയലിലാണ് നമ്മൾ ആ ഒരു നെറ്റിൻ്റെ വെയിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ 2 സൈഡും ഫോൾഡ് ചെയ്തതിന് ശേഷം വർക്കുള്ള പീസസ് ഒന്ന് കട്ട് ചെയ്തിട്ട് 2 സൈഡിലും വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.